ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അല്ല, ഇതെന്താ പുറത്തുനിന്ന് നിൽക്കുന്നത്? അകത്ത് വേറൊരു ഡോക്ടർ റൗണ്ട്സിന് വന്നിരിക്കുക. അതേത് ഡോക്ടർ? എങ്ങനുണ്ട് മോളെ ശിവന്? മോളെ, ഇവൾക്ക് എന്താ അപ്പൊ പറ്റിയത്? കെട്ടും ചത്ത പെണ്ണുങ്ങൾ പോലും ഇങ്ങനെ കരയില്ലല്ലോ. അവൾക്ക് സങ്കടം കാണും. ഓ, എന്നാ പിന്നെ ചെന്നിരുന്ന് അവളെ നെഞ്ചത്തടിച്ച് ആശ്വസിപ്പിക്ക്. അല്ല, ഞാനങ്ങനെ പറഞ്ഞെന്നേ ഉള്ളൂ. അത് മനസ്സിലാക്കിയിട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത്. ചെന്നൊന്ന് ആശ്വസിപ്പിക്ക്. എടി, എന്താ പ്രശ്നമെന്ന് ചോദിക്ക്. ഹോസ്പിറ്റലിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയാണ്? ഗ്ലൂക്കോസ് വെള്ളമൊക്കെ അവന്റെ ശരീരത്തിൽ തടസ്സം കൂടാതെ കയറുന്നുണ്ടോ എന്നൊക്കെ നീ ഒന്ന് ചോദിച്ചു മനസ്സിലാക്ക്. എന്നിട്ട് അതറിയുമ്പോ മുഖത്ത് കിട്ടാവുന്ന അത്രയും സങ്കടം വാരി വെച്ചിട്ട് അഭിനയിച്ച് കയറ്റി വെച്ചിട്ട് ഇങ്ങ് പോരെ. എടി എൽസമ്മോ, ബാക്കി കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. ചെല്ലടി, ചെന്ന് നീ നടത്ത്. മോളുടെ മുന്നിൽ കിടിലൻ ഒരു പെർഫോമൻസ്. പണ്ട് എന്റെ മുന്നിലാടിയ അഭിനയ മുദ്രകളൊക്കെ ഒന്ന് പൊടി തട്ടി പുറത്തെടുക്ക്. നിന്റെ മകൾക്ക് ഭാവിയിൽ ഗുണപ്പെടുന്നെങ്കിൽ ഗുണപ്പെടട്ടടി. ചെല്ലടി. എടി പോയി അങ്ങോട്ട് ചെല്ലാൻ. എടാ, എവളെ വിറ്റ കാശേ അവളുടെ കയ്യിലുണ്ട്. എന്റെ മോളാണെങ്കിലും ഈ തരികിട സ്വഭാവം മുഴുവൻ ഇവളുടെയാ. എന്നിട്ട് എങ്ങനെയാ ഡേവിസേ കാര്യങ്ങള്? ഇന്ന് രാത്രി പണി നടക്കും. സിംഹക്കൂട്ടിൽ വളർന്ന ഒരു പെൺപുലിയെയും ആൺപുലിയെയും ഞാൻ കൂട് തുറന്നങ്ങ് വിടും. അവർ ശിവനെ ഉടലോടെ ഇന്ന് വിഴുങ്ങും. നാളെ 12 മണിയോടെ പോസ്റ്റ്മോർട്ടം ചെയ്ത് കിട്ടും. ഒരു 3 മണിക്ക് മാണിക്കോത്ത് വീട്ടുവളപ്പിൽ അടക്കം വയ്ക്കാം. നമ്മൾ വെക്കുന്ന റീത്തിന് 2 ബന്ധം ഉണ്ടാവണം. ഒന്ന്, ആജന്മ ബിസിനസ് ശത്രുവിന്റെ മകൻ, പിന്നെ ഭാവി മരുമകൻ. 2നും കൂടെ ഒറ്റ റീത്ത്. ആന്റണി, എന്നാ പിന്നെ കൊള്ളാവുന്ന നല്ലൊരു റീത്ത് ഇപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞേക്കടാ. പിന്നെ ഈ ചുമന്ന റോസാപ്പൂക്കൾ കൊണ്ട് തന്നെ ആവട്ടെ അവന്റെ ഒടുക്കത്തെ ഒരു യാത്ര. നാളെ ചത്തുമലച്ചവൻ വെള്ള പുതച്ച് കിടക്കുമ്പോ എനിക്ക് ഈ യോഗന്നാന് കാണണമടാ. ഇത് ഇൻജക്ട് ചെയ്തു കഴിഞ്ഞാൽ 2 മിനിറ്റിനുള്ളിൽ ആന്തരിക അവയവങ്ങൾ നിലയ്ക്കും. സൈനൈഡിന് മറ്റൊരു വേർഷൻ അല്ലേ? യെസ്. ഇത് നമ്മൾ ശിവന്റെ ബ്ലഡ് വെസൽസിലൂടെ കടത്തിവിടണം. പിന്നെ അവന്റെ മരണം അവൻ പോലും അറിയില്ല. വാ.
ഒന്ന് പുറത്തേക്ക് നിൽക്കൂ. സിസ്റ്റർ, ദേ, ആ തലയണ എങ്ങെടുക്ക. അല്ല ഇതെന്താ പുറത്തുനിന്ന് നിൽക്കുന്നത്? അകത്ത് വേറൊരു ഡോക്ടർ റൗണ്ട്സിന് വന്നിരിക്കുക. അതേത് ഡോക്ടർ? ഏയ് എന്താ ഇത്? ഏയ് അയ്യോ, പ്ലീസ് ഹെൽപ്പ്. എന്താ ഇയാള്? ഏട്ടനെ അവരെ കൊല്ലാൻ നോക്കി. എടാ, കിടക്കൂ. കുഴപ്പമൊന്നുമില്ലല്ലോ. ശിവേട്ടാ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഏയ് ഇല്ല. വേഗം BP ഒന്ന് ചെക്ക് ചെയ്യ്. സർ, ഡോക്ടർ,